യൗവനത്തിലെ നല്ലൊരു പങ്കും എല്ലാവിധ അസന്മാർഗികതയിലും മുഴുകി ജീവിച്ച വ്യക്തി. പക്ഷെ പെട്ടെന്നൊരു നാൾ ആ ജീവിതം തലകീഴായി മറിയപ്പെട്ടു. ഒരിക്കൽ എത്രത്തോളം പാപങ്ങളെ ആശ്ലേഷിച്ചുവോ അതിനേക്കാൾ ഇരട്ടി തീക്ഷ്ണതയോടെ പുണ്യങ്ങളെ മുറുകെ പിടിച്ചപ്പോൾ ആ ജീവിതത്തിൽ വിശുദ്ധിയുടെ സുഗന്ധം നിറയുകയായിരുന്നു. ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം തൂത്തുമിനുക്കിയെടുക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്നത് പോലെ ആ ജീവിതവും വിശുദ്ധമായി. വിശുദ്ധ ഗെർലാക്കിന്റെ ജീവിതത്തിനുള്ള ആമുഖമാണ് ഇത്. ഭാര്യയുടെ മരണശേഷമാണ് മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് ഗെർലാക്ക് തിരിഞ്ഞത്. റോമിലേക്കും ജെറുസലേമിലേക്കും നടത്തിയ തീർത്ഥാടനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു. 7 വർഷത്തോളം റോമിൽ താമസിച്ച് അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു. യൗവനത്തിൽ ചെയ്തുപോയ എല്ലാ പാപങ്ങളെയും പ്രതി അദ്ദേഹം എപ്പോഴും മനസ്തപിക്കുകയും മാപ്പു ചോദിക്കുകയും ചെയ്തിരുന്നു. കൊള്ളയടിച്ചും മോഷ്ടിച്ചും അനർഹമായി സമ്പാദിച്ചുമെല്ലാം സ്വരുക്കൂട്ടിയ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ദരിദ്രർക്കായി ദാനം ചെയ്യുകയും അകം പൊള്ളയായ ഒരു ഓക്ക് മരത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. ചാരം കലർത്തിയ റൊട്ടി മാത്രമായിരുന്നു ഭക്ഷണം. ഒരു വിശുദ്ധനായി അദ്ദേഹത്തെ പരിസരവാസികൾ കണ്ടുവെങ്കിലും അവിടെ തന്നെ ഉണ്ടായിരുന്ന ചില സന്യാസിമാർക്ക് അദ്ദേഹത്തോട് നീരസമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അദ്ദേഹത്തിനെതിരെ പ്രദേശത്തെ മെത്രാന് പരാതി നൽകി. ഗെർലാക്ക് താമസിക്കുന്ന ഓക്കുമരത്തിൽ നിധിശേഖരമുണ്ടെന്നും അതുകൊണ്ട് അത് മുറിച്ചു മാറ്റണമെന്നുമായിരുന്നു അവരുടെ നിർബന്ധം. അതിന് കീഴടങ്ങി ഒടുവിൽ മെത്രാൻ ഓക്കുമരം മുറിച്ചു മാറ്റാൻ കൽപ്പിച്ചു. പക്ഷേ ഓക്കുമരം മുറിച്ചു മാറ്റിയിട്ടും നിധി കണ്ടെത്താനായില്ല. ദൈവത്തെ മാത്രം നിധിയായി സ്വീകരിച്ച ഗെർലാക്കിന് മറ്റെന്ത് നിധി വേണം? അതൊന്നും അസൂയാലുക്കൾ ചിന്തിച്ചില്ല. കഠിനമായ തപസ്സും പ്രായശ്ചിത്ത പ്രവൃത്തികളുമാണ് അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നത്. ദൈവം അദ്ദേഹത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ചതിന്റെ സൂചനയായി പ്രദേശത്തെ കിണറ്റിലെ വെള്ളം 3 തവണ വീഞ്ഞായി മാറിയെന്നും കഥകളുണ്ട്. 50 വയസ്സ് മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ജനുവരി 5-ാം തീയതിയാണ് വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുന്നത്. എത്രയധികം പാപമാലിന്യങ്ങളിൽ മുഴുകി ജീവിച്ചാലും വിശുദ്ധിയിലേക്കുള്ള മടങ്ങിവരവ് അസാധ്യമല്ല എന്നാണ് വിശുദ്ധ ഗെർലാക്കിന്റെ ജീവിതം നമ്മോട് പറയുന്നത്.